ഇന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു തന്നാലും പ്രിവിലേജ് ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് പലതും പറയും. ഷെഫീന ബീബിക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ദിയാസന രംഗത്ത് വന്നിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ. അതായത് 2019 ഷെഫീന ബീബി തന്റെ മോശം ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തെന്നാണ് ദിയാസന പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഫെമിനിറ്റി എന്നും കൊലസ്ത്രീ എന്നും സ്ത്രീകൾ എങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും സ്ത്രീകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെയൊക്കെ പറ്റി വാദോരാതെ ദയാസുജിത്തിനെതിരെ ചെയ്ത വീഡിയോയിൽ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞാണ്. എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റി ദിയാസന പറയുന്നതൊന്ന് കേട്ടു നോക്കാം. പൊന്നുമകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങള് ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട്. ഷെഫീന ബീബി അങ്ങനെയൊക്കെ ചെയ്യുമോ? എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അതുപോലത്തെ പ്രസംഗമല്ലേ പുള്ളിക്കാരി സോഷ്യൽ മീഡിയ നടത്തുന്നത്. ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവൾ ഇതിന്റെ പേരിൽ ഇനി എന്ത് കാര്യങ്ങൾ എനിക്കെതിരെ സംസാരിച്ചാലും ഞാൻ അത് ഉറപ്പായിട്ടും സംസാരിക്കും. കാരണം ഒരാളെ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കയറലാണല്ലോ പുള്ളിക്കാരിയുടെ പ്രധാന ഹോബി. ഒക്കെ കണ്ടതാണ് ഇവളുടെ ന്യൂഡിറ്റി. അത് ഇവള് വിറ്റ് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത സ്ത്രീയാണ് കുലസ്ത്രീയെ പറ്റി വിളമ്പുന്നത്. കഷ്ടം തന്നെ ആണ്. ഈ സ്ത്രീക്ക് ഒരു ബോൾഡ് മോഡലിംഗ് പിക്ചർ കണ്ടിട്ട് ഇത്രമാത്രം ഇവര് പറയുന്നത് കേട്ടിട്ട് ഷെഫീന ബീബിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ വന്ന എന്തൊരു മാന്യതയാണ് കുലസ്ത്രീ, സ്ത്രീകൾക്ക് വേണ്ടി പ്രതികൊള്ളുന്ന യുവതി. കഷ്ടം തന്നെ. ഫ്ലഷ് ഷെയ്മിങ്ങും ബോഡി ഷെയ്മിങ്ങും അതുപോലെ വേശ്യ എന്നുള്ള പ്രയോഗവും നടത്താൻ സാധിക്കുന്നത്. അത് നടത്താൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വിവാദ ചർച്ചയ്ക്ക് ഒരാളെ ഇട്ടുകൊടുത്താലല്ലേ പുള്ളിക്കാരിയുടെ വീഡിയോ റീച്ച് പിടിക്കുകയുള്ളൂ. അപ്പോഴല്ലേ കാശ് കിട്ടുള്ളൂ. അത് തന്നെ. ആദ്യം അവള് പോയിട്ട് അവള് ചെയ്ത വൃത്തികേടിനെ മറയ്ക്കാനും അവളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും വേണ്ടിയിട്ടാണ് കേരളത്തിൽ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക് എന്താ പറയാ കുറച്ചെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഒക്കെ ഉള്ള ആളുകളെ നോക്കി ഈ സ്ത്രീ അറ്റാക്ക് ചെയ്യുന്നത്. കേട്ടില്ലേ? ഷെഫീന ബീബി മറ്റുള്ളവർക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തി വീഡിയോസ് ഇടാറുണ്ടെങ്കിലും ഷെഫീന ബീബിക്കെതിരെ ഇങ്ങനെ ഒരു വൃത്തികെട്ട ആരോപണം കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. എനിക്കതിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം കുലസ്ത്രീ ചമഞ്ഞാണല്ലോ ഓരോ വീഡിയോസും പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഷെഫീന ബീബി സെലിബ്രിറ്റീസിനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ആരോപണങ്ങൾ നടത്തി വീഡിയോസ് ഇടുമ്പോൾ അവര് ഷെഫീന ബീബിനെ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ ഷെഫീന ബീബി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുമെന്നൊക്കെ ദിയാസന പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ദിയാസനയുടെ വായിന്ന് തന്നെ നമുക്കത് കേൾക്കാം. ആ പലതും പറയുന്ന സമയത്ത് ആ മനുഷ്യരെല്ലാരും ഇവളുടെ അടുത്തേക്ക് പോകും. ഇവളുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ അടുത്ത് എന്നിട്ട് പറയും, അയ്യോ നിങ്ങൾ ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ഇടരുത് എന്ന് ഷെഫീന ബീബിയോട് പറയുമ്പോൾ ഇവൾ എന്ത് ചെയ്യും? ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പൈസ അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ലക്ഷങ്ങൾ തട്ടിയെടുക്കും. നാണക്കേടും കരുതിയിട്ട് കുടുംബത്തിനകത്ത് ഇരിക്കുന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് കള്ളക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇവരാകെ ടെൻസ്ഡ് ആയിട്ട് ഇവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുകയും ചെയ്യും. കേട്ടില്ലേ? ദിയാസന പറഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഷെഫീന ബീബി വലിയൊരു മഹാമാരിയാണ്. കൂടാതെ ഫേക്ക് മാസ്ക് ഇട്ടിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്നത്. പിന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് തന്റെ ജീവിതകഥയെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ഷെഫീന ബീബി വീഡിയോസ് ചിത്രീകരിച്ചതും. കൂടാതെ ജാസ്മിൻ ജാഫറിനെതിരെ നടത്തിയ മോശം ആരോപണങ്ങളെയും പറ്റി. ഇവയെല്ലാം സൈബർ പോലീസിൽ പരാതിപ്പെട്ടതാണെന്നും ഷെഫീന ബീബിയുടെ അക്കൗണ്ട് പൂട്ടിച്ച കഥയും പറഞ്ഞിരുന്നു. പക്ഷെ അവർ ഒരെണ്ണം പൂട്ടിക്കഴിയുമ്പോൾ അടുത്തത് തുടങ്ങുന്ന അവസ്ഥയാണ്. ഇവർക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് മൂത്ത മോനാണെന്നാണ് ദിയാസന പറഞ്ഞത്. പിന്നെ പറഞ്ഞൊരു കാര്യം, സൈബർ പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ഇവരെ വിളിപ്പിച്ചാൽ ഇവർക്ക് കാല് വയ്യ, വികലാംഗയാണ്, വരാൻ പറ്റില്ലെന്ന് പറയും. താൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അതും ഇവര് പറയില്ല. പിന്നെ സൈബർ പോലീസിനെ വരെ തെറി വിളിക്കുമെന്നാണ് ദിയാസന പറഞ്ഞത്. ഇതെല്ലാം കേട്ടിട്ട് ഷെഫീന ബീബിയുടെ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. എന്തായാലും കുലസ്ത്രീയായ ഷെഫീന ബീബിയുടെ മുഖം മൂടി ഇവിടെ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ദിയാസന അവസാനമായി പറഞ്ഞൊരു കാര്യം, ഷെഫീന ബീബിയെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ തന്റെ DM-ൽ മെസ്സേജ് ഇട്ടാൽ മതി, പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ താല്പര്യമുള്ളവർ പോയി മെസ്സേജ് ഇടുക. എന്തായാലും എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ ഞാൻ ആകെ ഡറടിച്ച അവസ്ഥയാണ്. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.